സോ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ ടി ആറിനെ ചാർജ്ഡ് ആവുകയാണ്. സോ ആദ്യത്തെ സ്റ്റെപ്പാണ് അമിനോ ആസിഡ് ആക്ടിവേഷൻ. അമിനോ ആസിഡ് ആക്ടിവേഷൻ അഥവാ ചാർജിങ് ഓഫ് ടി ആറിനെ ചാർജ്ഡ് ആവുക, അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് അമിനോ അസൈലേഷൻ ഓഫ് ടി ആർ എൻ എയുടെ അമിനോ അസൈൽ ഗ്രൂപ്പ് ടി ആർ എൻ എയിലേക്ക് ആഡ് ആവുക. അമിനോ അസൈലേഷൻ ഓഫ് ടി ആർ എൻ എ അല്ലെങ്കിൽ ചാർജിങ് ഓഫ് ടി ആർ എൻ എ, അതാണ് നമ്മൾ പറയുന്ന അമിനോ ആസിഡ് ആക്ടിവേഷൻ. സോ അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആവണം. എന്തിനാണ് നമ്മൾ പറഞ്ഞു? പെപ്റ്റൈഡ് ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് എനർജിയുടെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാണ് അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആവുന്നത്. സോ അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആവുന്ന സ്റ്റെപ്പ് എങ്ങനെയാണ്? നമ്മൾ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ എന്ത് ചെയ്യുന്നു? ബൈൻഡ്സ് ടു സ്പെസിഫിക് അമിനോ ആസിഡ്. ഓരോ ടി ആർ എനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർട്ടിക്കുലർ അമിനോ ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. സോ ടി ആർ എൻ എ അമിനോ ആസിഡായിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ സഹായിക്കുന്ന ഒരു എൻസൈമാണ്, അല്ലെങ്കിൽ ആക്ടിവേറ്റിംഗ് എൻസൈമാണ് അമിനോ എസൈൽ ടി ആർ എൻ എ സിന്തറ്റൈസ്. സോ ടി ആർ എൻ എ അമിനോ ആസിഡുമായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആക്ടിവേറ്റിംഗ് എൻസൈമാണ് അമിനോ എസൈൽ ടി ആർ എൻ എ സിന്തറ്റൈസ്. അതിനുശേഷം സോ ടി ആർ എൻ എ അമിനോ ആസിഡുമായിട്ട് ഈ പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് അമിനോ എസൈൽ ടി ആർ എൻ എ കോംപ്ലക്സ്. സോ നമ്മുടെ ട്രാൻസ്ഫർ ആർ എൻ എ ഒരു അമിനോ ആസിഡുമായിട്ട് അതിൻ്റെ പെർട്ടിക്കുലർ സ്പെസിഫിക് അമിനോ ആസിഡുമായിട്ട് അമിനോ അസൈൽ ടി ആർ എൻ എ സിന്തറ്റൈസ് എന്ന പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി, അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് ആ എൻസൈമിൻ്റെ ഇതിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് അമിനോ അസൈൽ ടി ആർ എൻ എ കോംപ്ലക്സ്. ഇപ്പോൾ ടി ആർ എൻ എ എന്താണ്? അമിനോ അസൈൽ ടി ആർ എൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടി ആർ എൻ എ ചാർജ്ഡ് ആണ്. അതുപോലെ തന്നെ അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആണ്. സോ അമിനോ അസൈൽ ടി ആർ എൻ എ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആണ്, ടി ആർ എൻ എ ചാർജ്ഡ് ആണ്. എങ്ങനെയാണ് സംഭവിച്ചത്? ടി ആർ എൻ എ ഒരു സ്പെസിഫിക് അമിനോ ആസിഡുമായിട്ട് ഈ പറഞ്ഞ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അമിനോ അസൈൽ ടി ആർ എൻ എ സിന്തറ്റൈസിൻ്റെ സഹായത്തോടു കൂടി ആക്ടിവേറ്റിംഗ് എൻസൈമിൻ്റെ പ്രസൻസിൽ ബൈൻഡ് ചെയ്തപ്പോൾ അമിനോ അസൈൽ ടി ആർ എൻ എ കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തു. ആ റിയാക്ഷൻ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമ്മുടെ പെർട്ടിക്കുലർ അമിനോ ആസിഡ്, ഓരോ ടി ആർ എനെയും ഓരോ പെർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡിനെയാണ് ബൈൻഡ് ചെയ്യുള്ളൂ. സോ സൈറ്റോപ്ലാസത്തിലുള്ള അമിനോ ആസിഡ് പൂളിൽ നിന്ന് നമ്മൾ ടി ആർ എൻ എ അമിനോ ആസിഡിനെ കളക്ട് ചെയ്യണം. സോ അതിന് മുമ്പ് എന്ത് ചെയ്യണം? അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആകണം. അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആകുമ്പോഴേ ടി ആർ എൻ എ ചാർജ്ഡ് ആവുള്ളൂ. സോ അമിനോ ആസിഡ്, അതാണ് അമിനോ ആസിഡ് എ ടി പിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു, നമ്മുടെ ഹൈ എനർജി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. സോ അമിനോ ആസിഡ് എ ടി പിയുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം, ഏത് എൻസൈം? അമിനോ അസൈൽ ടി ആർ എൻ എ സിന്തറ്റൈസ് എൻസൈമും അതുപോലെ വേറൊരു കോ ഫാക്ടറും കൂടി അവിടെ ആക്ട് ചെയ്യുന്നു, Mg2+. സോ നമ്മുടെ അമിനോ ആസിഡ് എ ടി പിയുമായിട്ട് ബൈൻഡ് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് നമ്മുടെ അമിനോ അസൈൽ ടി ആർ എൻ എ സിന്തറ്റൈസ് അലോങ് വിത്ത് ഒരു കോ ഫാക്ടർ Mg2+. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് അമിനോ ആസിഡ് AMP, അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, നമ്മുടെ റിലീസ് ചെയ്യുന്ന എൻസൈം പൈറോഫോസ്ഫേറ്റ്. അതായത് ഇതിൽ മോണോഫോസ്ഫേറ്റ് ആയിട്ട് മാറി, 2 ഫോസ്ഫേറ്റും റിലീസ് ചെയ്തു. സോ അമിനോ ആസിഡ് AMP എൻസൈം PPI പൈറോഫോസ്ഫേറ്റ്, ഇതാണ് ആദ്യം ഉണ്ടാകുന്ന കോംപ്ലക്സ്. സോ അമിനോ ആസിഡ് എ ടി പിയുമായി ബൈൻഡ് ചെയ്യുന്നു. അമിനോ അസൈൽ ടി ആർ എൻ എ സിന്തറ്റൈസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയും അതിൻ്റെ പ്രസൻസിലും Mg2+ കോഫാക്ടറിൻ്റെയും പ്രസൻസിൽ അമിനോ ആസിഡ് AMP അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് ഉദ്ദേശിക്കുന്ന എൻസൈം പ്ലസ് PPI പൈറോഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നു. ഇനി ഈ പറഞ്ഞ ഉണ്ടായ പ്രോഡക്റ്റ് അമിനോ ആസിഡ് AMP എൻസൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമിനോ ആസിഡ് അതെന്താണ്? ആക്ടിവേറ്റഡ് ആണ്. അമിനോ ആസിഡ് എ ടി പിയുമായിട്ട് ബൈൻഡ് ചെയ്ത് എന്തായി? അമിനോ ആസിഡ് ഈ പറഞ്ഞ ട്രൈഫോസ്ഫേറ്റിൽ നിന്ന് ഹൈ എനർജി ഫോസ്ഫേറ്റുകൾ റിലീസ് ചെയ്ത് അമിനോ ആസിഡ് എന്തായി? ഇപ്പോൾ ആക്ടിവേറ്റഡ് ആയി. ഈ അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആയി എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ആരുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു? ടി ആർ എൻ എയുമായി, ട്രാൻസ്ഫർ ആർ എൻ എ. സോ ടി ആർ എൻ എ ഇപ്പോൾ ചാർജ്ഡ് ആവാൻ തുടങ്ങുകയാണ്. ബിക്കോസ് ടി ആർ എൻ എക്ക് ഇപ്പോൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള എനർജിയുള്ള നമ്മുടെ അമിനോ ആസിഡിനെ കിട്ടി. സോ ടി ആർ എൻ എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അമിനോ ആസിഡായിട്ട് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ബൈൻഡ് ചെയ്ത് എന്തായി മാറുന്നു? അമിനോ എസൈൽ ടി ആർ എൻ എ കോംപ്ലക്സ്. അപ്പോൾ അമിനോ ആസിഡ് ഇപ്പോൾ അമിനോ എസൈലേഷൻ കഴിഞ്ഞിട്ടുണ്ട്. സോ അമിനോ എസൈൽ ടി ആർ എൻ എ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് റിലീസ് ചെയ്ത AMP അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എൻസൈം റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ
അമിനോ ആസിഡ് tRNA കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ് ഓഫ് tRNA സാധ്യമായി, അതുപോലെ അമിനോ അസൈലേഷൻ ഓഫ് tRNA ഉണ്ടായി, അതുപോലെ അമിനോ ആസിഡ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പും നടന്നു. സോ അമിനോ ആസിഡ് tRNA കോംപ്ലക്സ് പിന്നീട് റൈബോസോമിലേക്ക് മൂവ് ചെയ്യുന്നു. ബിക്കോസ് ഇപ്പോൾ ചാർജ്ഡ് ആണ് tRNA, അതുപോലെ അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആണ്. ബിക്കോസ് ATPയോട് കൂടെ കമ്പൈൻ ചെയ്ത് അമിനോ ആസിഡ് ആക്ടിവേറ്റഡ് ആയി. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള അമിനോ ആസിഡിൽ tRNA ബൈൻഡ് ചെയ്ത് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അമിനോ ആസിഡ് tRNA കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ആ കോംപ്ലക്സ് റൈബോസോമിലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം ആ റൈബോസോം mRNAയുമായിട്ട് ബൈൻഡ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ mRNAയുടെ കോഡോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡിനെയാണ് tRNA കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു tRNA ഒരു പെർട്ടിക്കുലർ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നു. mRNAയുടെ ആ കോഡോണുമായിട്ട് tRNAയുടെ ആൻറ്റി കോഡോണിലുള്ള നൈട്രോജനസ് ബേസുകൾ അവർ റീഡ് ചെയ്യുന്നു. കറക്റ്റ് അമിനോ ആസിഡിനെയാണ് കൊണ്ടുവന്നത്. അതുപോലെ വീണ്ടും അടുത്ത mRNAയിലെ കോഡോണുമായിട്ട് നമ്മൾ tRNA കൊണ്ടുവരുന്ന അമിനോ ആസിഡ് അതിൻ്റെ കോഡോണുമായിട്ട് കോഡോൺ റീഡിങ് നടക്കുന്നു, ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ രണ്ട് tRNAകൾ വരുന്ന tRNAകൾ മുഴുവൻ എന്താണ്? ചാർജ്ഡ് tRNA ആണ്. ഏത് ആക്ടിവിറ്റി പ്രോസസ്സ് മൂലം? അമിനോ ആസിഡ് ആക്ടിവേഷൻ മൂലം. ആ എൻസൈമിൻ്റെ സഹായത്തോടു കൂടി അമിനോ അസൈലേഷൻ കാരണം ഇപ്പോൾ ചാർജ്ഡ് tRNA ആണ് നമ്മുടെ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത്. സോ ഈ ചാർജ്ഡ് tRNAകൾ, രണ്ട് ചാർജ്ഡ് tRNA ഈ mRNAയുടെ ആ കോഡോണിൽ വരികയാണെങ്കിൽ, 2 ചാർജ്ഡ് tRNA അടുത്തടുത്ത് വരികയാണെങ്കിൽ, ക്ലോസ് ടു ഈച്ച് അതർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് രണ്ട് ചാർജ്ഡ് tRNA എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജ്ഡ് tRNAയിലും എന്തുണ്ട്? ഓരോ tRNAയിലും ചാർജ് tRNAയിലും ഓരോ അമിനോ ആസിഡ് ഉണ്ട്. രണ്ട് ചാർജ് tRNA അടുത്തടുത്ത് വരിക എന്ന് പറഞ്ഞ അർത്ഥം രണ്ട് അമിനോ ആസിഡുകൾ അടുത്ത് വരുന്നു. ഈ ചാർജ് tRNAയിലുള്ള ഒരു അമിനോ ആസിഡ് അടുത്ത ചാർജ് tRNAയിലുള്ള ഒരടുത്ത അമിനോ ആസിഡ്. സോ അമിനോ ആസിഡ് കം ക്ലോസ് ടു ഈച്ച് അതർ എന്നാണ് അർത്ഥം. 2 ചാർജ് tRNA അടുത്ത് വരിക എന്നർത്ഥം, രണ്ട് ചാർജ്ഡ് അമിനോ ആസിഡുകൾ അടുത്ത് വരിക എന്നർത്ഥം. രണ്ട് അമിനോ ആസിഡുകൾ അടുത്തടുത്ത് വരുന്നു. സോ എന്താണ് സംഭവിക്കുന്നത്? ഹൈലി ചാർജ്ഡ് ആണ്. ഇപ്പോൾ tRNA ഹൈലി ചാർജ്ഡ് ആണ്. എപ്പോഴും ചാർജ് കൂടുമ്പോൾ എന്താണ്? അതിന് സ്റ്റെബിലിറ്റി കൂടും. എങ്ങനെയെങ്കിലും ആ ചാർജ് അല്ലെങ്കിൽ എനർജി റിലീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. സോ രണ്ട് ഹൈലി ചാർജ്ഡ് ആയിട്ടുള്ള tRNA രണ്ട് അമിനോ ആസിഡിനെയും കൊണ്ട് അടുത്തടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? വീക്ക് ബോണ്ടാണ്. ആ രണ്ട് ചാർജ്ഡ് ആയിട്ടുള്ള ആ അമിനോ ആസിഡുകളും അല്ലെങ്കിൽ ആ tRNAകളും വീക്ക് ബോണ്ടായിരിക്കും. ബിക്കോസ് ഹൈലി ചാർജ്ഡ് ആയതുകൊണ്ട് അവരുടെ സ്റ്റെബിലിറ്റി കുറവായിരിക്കും, അവിടെ വീക്ക് ബോണ്ടായിരിക്കും. സോ ആ ചാർജ്ഡ് tRNA, രണ്ട് ചാർജ്ഡ് tRNAയുടെ ഇടയിലുള്ള അവരുടെ അമിനോ ആസിഡുകളുടെ ഇടയിലുള്ള വീക്ക് ബോണ്ട് റിലീസ് ചെയ്യുന്നു. വീക്ക് ബോണ്ട് ബ്രേക്ക് ആവുന്നു. അങ്ങനെ റിലീസ് ചെയ്ത എനർജി എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു? പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാനായിട്ട്. രണ്ട് അമിനോ ആസിഡിൻ്റെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നത്. സോ രണ്ട് ചാർജ്ഡ് tRNA അടുത്തടുത്ത് വരുന്നു. അതിൻ്റെ അർത്ഥം രണ്ട് അമിനോ ആസിഡുകൾ അടുത്ത് വരുന്നു. ഈ രണ്ട് ചാർജ്ഡ് tRNAയിലും എനർജി കൂടുതലായതുകൊണ്ട് അവരുടെ ബോണ്ടിന് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ആ സ്റ്റെബിലിറ്റി കുറവുള്ളതുകൊണ്ട് ആ വീക്ക് ബോണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സംഭവം അവരുടെ എനർജി റിലീസ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ വീക്ക് ബോണ്ടുകൾ ബ്രേക്ക് ആവുന്നു. ആ വീക്ക് ബോണ്ടുകൾ ബ്രേക്ക് ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന എനർജി പെപ്റ്റൈഡ് ബോണ്ട്, അമിനോ ആസിഡുകളുടെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നു.